നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ പോലും അമാനുഷിക സംഭവങ്ങൾക്കും ഭീതിപ്പെടുത്തുന്ന കഥകൾക്കും ഒട്ടും കുറവില്ല. പഴമയുടെയും ചരിത്രത്തിൻ്റെയും ശേഷിപ്പുകളുള്ള ഈ മണ്ണിൽ കേട്ടാൽ നടുക്കുന്ന നിരവധി പ്രേതകഥകളുണ്ട്. യഥാർത്ഥ പ്രേതാനുഭവങ്ങളും അമാനുഷിക ശക്തികളെക്കുറിച്ചിട്ടുള്ള താല്പര്യവും നിങ്ങളെ ആകർഷിക്കുന്നുവെങ്കിൽ കേരളത്തിലെ ആ പ്രേതബാധയേറ്റ സ്ഥലങ്ങളിലേക്ക് ഒരു യാത്ര പോകാൻ തയ്യാറാകും. ഭാവനയേക്കാൾ ഭീകരമായേക്കാവുന്ന യാഥാർത്ഥ്യങ്ങൾ ഇവിടെയുണ്ട്. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ഭീതിയുടെയും ആകാംക്ഷയുടെയും കഥകളുമുണ്ട്. യഥാർത്ഥ പ്രേതകഥകൾ വിശ്വസിക്കാമെങ്കിൽ ബോണക്കാട് ബംഗ്ലാവ് കേരളത്തിലെ ഏറ്റവും പ്രേതബാധയുള്ള വീടുകളിലൊന്നാണ്. സന്ധ്യ മയങ്ങിയാൽ ഈ തകർന്ന മാളിക ഒരു ഭീകര സ്ഥലമായി മാറുന്നു. തിരുവനന്തപുരത്തെ മൂടൽമഞ്ഞുള്ള കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബംഗ്ലാവ് ദുരന്തപൂർണമായ ഒരു ഭൂതകാലത്തിൻ്റെ കഥകൾ നമ്മോട് മന്ത്രിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ബംഗ്ലാവ് വിശാലമായ തേയിലത്തോട്ടങ്ങൾക്ക് പേരുകേട്ടതായിരുന്നു. ഒരു ദുരൂഹമായ രാത്രിയിൽ ഉടമയുടെ കൊച്ചുകുട്ടികൾ നിഗൂഢ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഈ സംഭവത്തിന് ശേഷം ദമ്പതികൾ ലണ്ടനിലേക്ക് മടങ്ങിപ്പോയി. മാളികയിൽ ഒരു ആത്മാവ് അലഞ്ഞുതിരിയുന്നത് പതിവാണെന്ന് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ ഗ്ലാസ് പൊട്ടുന്ന ശബ്ദവും കുട്ടിയുടെ നിലവിളിയും കേൾക്കാം. പ്രേതബാലൻ വായുവിൽ അലഞ്ഞുതിരിയുന്നതായും ചിലർ കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് കൊളോണിയൽ പ്രതാപത്തിന്റെ പ്രതീകമായിരുന്ന ഈ തകർന്ന കെട്ടിടത്തിൽ അകാലത്തിൽ മരണപ്പെട്ട കുട്ടികളുടെ ആത്മാക്കൾ കുടിയിരിക്കുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സന്ദർശകർക്ക് പ്രേതച്ചിരിയും വിശദീകരിക്കാനാവാത്ത ശബ്ദങ്ങളും കെട്ടിടത്തിന്റെ ഇടനാഴിയിലൂടെ ചെറിയ കാൽപെരുമാറ്റങ്ങളുമെല്ലാം കേൾക്കാൻ കഴിയുമത്രേ. ബംഗ്ലാവിന്റെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം ഇതിനെ കേരളത്തിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലങ്ങളിലൊന്നാക്കി മാറ്റുന്നു. പ്രേതബാധയുള്ള കുട്ടികളെക്കുറിച്ചിട്ടുള്ള ചിന്ത ഒരു ഹൊറർ സിനിമയിലെ രംഗം പോലെ തോന്നാമെങ്കിലും ബോണക്കാട് ബംഗ്ലാവിന്റെ ആകർഷണം അതിന്റെ വിചിത്രമായ നിശബ്ദതയിലാണ്. ഇടയ്ക്കിടെ കാറ്റിന്റെ നേർത്ത ശബ്ദം മാത്രം അവിടെ കേൾക്കാം. കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായ കാര്യവട്ടം ക്യാമ്പസ് റോഡ് കേരളത്തിലെ മറ്റൊരു പ്രേതബാധയുള്ള സ്ഥലമാണ്. ഇവിടെ ഹൈമാവതി കുളം എന്ന പേരിൽ ഒരു കുളമുണ്ടെന്നും അതിൽ ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയുടെ പേരിലാണ് ഈ കുളം അറിയപ്പെടുന്നതെന്നുമാണ് കഥ. അതുകൊണ്ട് തന്നെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അതിൻ്റെ ഭീകരമായ അനുഭവങ്ങൾക്കും കുപ്രസിദ്ധമാണ്. പഠനവും പ്രേതാനുഭവങ്ങളും ഒരുമിച്ച് ചേരുന്ന ഒരിടം. വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ഇടനാഴികളിൽ അലഞ്ഞുതിരിയുന്ന ഒരു വെളുത്ത വസ്ത്രധാരണിയായ സ്ത്രീയെ കണ്ടതായും താപനിലയിൽ പെട്ടെന്നുള്ള കുറവും ലൈറ്റുകൾ മിന്നുന്നതും അനുഭവിച്ചതായും പറയുന്നുണ്ട്. ലൈബ്രറി രാത്രി പഠിക്കുന്നവരുടെ കേന്ദ്രമാണ്. ഇത് ഈ പ്രേതബാധകളുടെ പ്രഭവ കേന്ദ്രമാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അർദ്ധരാത്രിയിലെ പഠന സെഷനുകൾക്ക് പുറമെ വിശദീകരിക്കാനാകാത്ത അടക്കം പറച്ചിലുകളും കാൽപെരുമാറ്റങ്ങളും ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്. കാര്യവട്ടം ക്യാമ്പസിലെ ഹൈമാവതി കുളത്തെക്കുറിച്ചിട്ടുള്ള കഥകൾക്ക് വലിയ പ്രചാരമുണ്ട്. താഴ്ന്ന ജാതിക്കാരനായ കാമുകനെ ഹൈമാവതിയുടെ ബന്ധുക്കൾ കൊലപ്പെടുത്തിയ ശേഷം അവൾ ഈ കുളത്തിൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് ഐതിഹ്യം. വർഷങ്ങളോളം വിദ്യാർത്ഥികൾ ഈ കുളത്തെ ഭയക്കുകയും ഹൈമാവതിയുടെ പ്രേത സാന്നിധ്യത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. സാധാരണ മനുഷ്യന്റെ ഇരട്ടി ഉയരമുള്ള ഒരു പ്രേതം റോഡിൽ അലഞ്ഞുതിരിയുന്നത് കണ്ടതായി ആളുകൾ അവകാശപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ പാരാസൈക്കോളജിസ്റ്റും കാര്യവട്ടം ക്യാമ്പസിലെ സൈക്കോളജി വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ ജോർജ് മാത്യു ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായൊരു വിശദീകരണം നൽകുന്നുണ്ട്. ഹൈമാവതി യഥാർത്ഥത്തിൽ ക്യാമ്പസ് കുളത്തിൽ മരിച്ചിട്ടില്ലെന്നും ക്യാമ്പസിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു കുളത്തിലാണ് അവളുടെ മരണം സംഭവിച്ചതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ഹൈമാവതി കുളം എന്നറിയപ്പെടുന്ന കുളം ക്യാമ്പസ് സ്ഥാപിച്ചതിന് ശേഷമാണ് നിർമ്മിച്ചത്. അക്കാലത്ത് സർവകലാശാലയ്ക്ക് ജലലഭ്യതയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും ഈ കുളം ഉപയോഗിച്ചിരുന്നു. എന്നാൽ ചില വനിതാ ജീവനക്കാർ ഹൈമാവതിയുടെ പ്രേതകഥകൾ വിദ്യാർത്ഥിനികളുമായി പങ്കുവച്ച് ഭയം സൃഷ്ടിച്ചു. കൂടാതെ വർഷങ്ങളായി കോളേജ് ഫെസ്റ്റുകളിൽ ഹൈമാവതിയെ കേന്ദ്രീകരിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ നാടകങ്ങൾ അവതരിപ്പിച്ചു. കഥ പരിഷ്കരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് ക്രമേണ ജനപ്രിയമാകുകയും വിദ്യാർത്ഥികളുടെ ഭയം വർദ്ധിപ്പിക്കുകയും ചെയ്തു. നിലവിൽ കാര്യവട്ടം ക്യാമ്പസിലെ പല വിദ്യാർത്ഥികൾക്കും ഈ ഐതിഹ്യത്തെക്കുറിച്ച് അറിയാമെങ്കിലും ചിലർക്ക് യാതൊരു ധാരണയുമില്ല. എന്നാൽ ആരും കുളം സന്ദർശിക്കാൻ ഭയപ്പെടുന്നില്ല. കാരണം ഹൈമാവതി കുളം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോൾ ഉള്ളത്. 2018 മാർച്ചിൽ ധീരരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കുളത്തിൽ രാത്രി ചെലവഴിച്ച് ഈ മിത്തിനെ തകർക്കാൻ തീരുമാനിച്ചതോടെ കഥയെല്ലാം മാറി. അവരുടെ പ്രവർത്തനങ്ങൾ കുളം നവീകരിക്കുന്നതിനും ശുദ്ധജല സ്രോതസ്സാക്കി മാറ്റുന്നതിനും വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഒരിടമാക്കി മാറ്റുന്നതിനും കാരണമായി. വയനാട് ജില്ലയിലെ താമരശ്ശേരി ചുരം. ഈ ചുരം കടക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ലക്കിടി ഗേറ്റ്വേ. എന്നാൽ ഈ വഴി കണ്ടെത്തിയതിനെക്കുറിച്ചിട്ടുള്ള കഥകളാണ് ഈ സ്ഥലത്തെ കേരളത്തിൽ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന മറ്റൊരു ഇടമാക്കി മാറ്റിയത്.
ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ലക്കിടിയിലേക്കുള്ള വഴി കണ്ടെത്താൻ കരിന്തണ്ടൻ എന്നൊരു ആദിവാസി യുവാവിൻ്റെ സഹായം തേടി. വഴി കണ്ടെത്തിയപ്പോൾ ആ കണ്ടുപിടുത്തത്തിൻ്റെ മുഴുവൻ പ്രശസ്തിയും തനിക്ക് സ്വന്തമാക്കാൻ വേണ്ടി എഞ്ചിനീയർ കരിന്തണ്ടനെ കൊലപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ വഴിയിലൂടെ യാത്ര ചെയ്ത പലരും കരിന്തണ്ടൻ്റെ അലഞ്ഞു തിരിയുന്ന ആത്മാവിനെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ഒരു മന്ത്രവാദിയെ വരുത്തി ജനങ്ങളെ ദുരിതത്തിലാക്കിയ ആ ആത്മാവിനെ ഒരു മരത്തിൽ ചങ്ങലക്കിട്ട് ബന്ധിച്ചു അത്രേ. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ മരം വളരുന്നതിനനുസരിച്ച് ചങ്ങലയും വളർന്നു വലുതായി. കരിന്തണ്ടൻ്റെ ആത്മാവ് ഇപ്പോഴും അവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. വയനാട്ടിലെ ഈ മനോഹരമായ ചുരംപാത എഞ്ചിനീയറിംഗ് വിസ്മയം മാത്രമല്ല, അമാനുഷിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കൂടിയാണ്. പ്രതികാരദാഹിയായ ആ ആദിവാസിയുടെ പ്രേതം ഈ വളഞ്ഞ പാതയിൽ അലഞ്ഞു തിരിയുന്നു എന്നാണ് വിശ്വാസം. പാതയിൽ പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെടുന്നതും വഴി മറയ്ക്കുന്ന തരത്തിൽ വിശദീകരിക്കാനാകാത്ത കോടമഞ്ഞുണ്ടാകുന്നതും ഈ കഥകളോടൊപ്പം കേൾക്കാറുണ്ട്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾക്കിടയിലും തനിയെ നീങ്ങുന്ന നിഴലുകൾക്കായി കണ്ണു തുറന്നിരിക്കുന്നത് നന്നായിരിക്കും. സന്ധ്യാസമയത്ത് ഇവിടെ അതിക്രമിച്ച് കിടക്കുന്നവർക്ക് ഭയപ്പെടുത്തുന്ന നിലവിളികൾ കേൾക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. ലക്കിടിയിലെ ഈ ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലത്ത് കരിന്തണ്ടന് സമർപ്പിച്ച ഒരു ചെറിയ ക്ഷേത്രവും ചങ്ങലയിട്ട ഒരു മരവും ഇന്ന് കാണാം. ഇതുവഴി കടന്നു പോകുന്ന ഡ്രൈവർമാർ പലപ്പോഴും വാഹനം നിർത്തി കരിന്തണ്ടന് പ്രാർത്ഥനകളും വഴിപാടുകളും നടത്താറുണ്ട്. യാത്രയിലുടനീളം തങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. കരിന്തണ്ടൻ്റെ ആത്മാവ് ഇപ്പോൾ ശാന്തമായി വിശ്രമിക്കുകയാണെന്നും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്നും ചിലർ വിശ്വസിക്കുന്നു. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഒരിടമാണ് തൃശ്ശൂർ ജില്ലയിലെ വനപ്രദേശങ്ങൾ. നഗര തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വനപ്രദേശങ്ങൾ മികച്ചൊരവസരം നൽകുന്നുണ്ട്. എന്നിരുന്നാലും ഈ വനത്തിനുള്ളിൽ ഒരു നടുക്കുന്ന രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത്. നാട്ടറിവുകൾ അനുസരിച്ച് തൃശ്ശൂർ വനത്തിനുള്ളിൽ പ്രത്യേകിച്ച് പുലർച്ചെ സമയങ്ങളിൽ ഒരു പ്രേതരൂപം അലഞ്ഞു തിരിയുന്നതായി പറയപ്പെടുന്നു. ഈ വനത്തിനുള്ളിൽ എപ്പോഴും അസാധാരണമായ ഒരു സാന്നിധ്യം അനുഭവപ്പെടാറുണ്ട്. അതായത് അദൃശ്യമായ കണ്ണുകൾ നിങ്ങളെ നിരീക്ഷിക്കുന്നതായും ദൂരെ നിന്ന് നിങ്ങളെ പേരെടുത്ത് വിളിക്കുന്ന നേർത്ത ശബ്ദങ്ങൾ കേൾക്കുന്നതായും പലരും പറയുന്നു. വനത്തിൽ നടക്കുമ്പോൾ പിന്നിൽ കാൽപരിമാറ്റം കേൾക്കുകയും ചുറ്റും ആരുമില്ലാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പ്രകൃതി നടത്തം അപ്പോൾ തന്നെ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. സാഹസിക യാത്രകൾക്കായി ഇവിടെ എത്തുന്ന പലർക്കും അമാനുഷികമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടത്രേ. ഈ വനത്തിൽ മരണപ്പെട്ട ഒരു 7 വയസ്സുകാരൻ കുട്ടിയുടെ ആത്മാവാണ് ഇവിടെ അലഞ്ഞു തിരിയുന്നതെന്നാണ് പ്രധാനമായും വിശ്വസിക്കപ്പെടുന്നത്. ഈ കുട്ടി ആരെയും ഉപദ്രവിക്കുന്നില്ലെന്നും ശൂന്യതയിലേക്ക് തുറച്ചു നോക്കി നിൽക്കുന്നതായി കാണാമെന്നും പറയപ്പെടുന്നു. രാവിലെ ആകുമ്പോൾ ഈ ആത്മാവ് അപ്രത്യക്ഷമാകുകയും പകൽ സമയങ്ങളിൽ ഈ സ്ഥലം സഞ്ചാരികൾക്ക് ഒരു സ്വർഗം പോലെയായി മാറുകയും ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പാലോടിനടുത്ത് മൈലമൂടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന സുമതി വളവ് ഇന്നും ഭീതിപ്പെടുത്തുന്ന ഒരിടമായി തുടരുന്നു. ഏതാണ്ട് 70 വർഷം മുൻപ് 1957 നടന്ന ഒരു കൊലപാതകമാണ് സുമതി വളവിനെ ഇന്ന് കാണുന്ന രീതിയിൽ ഭീതിപ്പെടുത്തുന്ന ഒരിടമാക്കി മാറ്റിയത്. സുമതി എന്ന യുവതിയെ അവൾ വീട്ടുജോലിക്കാരിയായിരുന്ന വീട്ടിലെ ഉടമയുടെ മകനായ രത്നാകരൻ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കി. തന്നെ വിവാഹം കഴിക്കണമെന്ന് സുമതി വാശി പിടിച്ചപ്പോൾ അവളെ ഒഴിവാക്കാൻ രത്നാകരൻ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തു. ഒരു സുഹൃത്തിനെയും കൂട്ടി സുമതിയെയും കൊണ്ട് പാങ്ങോട് മധുരാക്ഷേത്രത്തിലെ ഉത്സവത്തിനെന്ന വ്യാജേന ഇയാൾ എത്തിയത് പാലോട് വനപ്രദേശത്തായിരുന്നു. വനത്തിനുള്ളിൽ വെച്ച് സുമതിയെ കൊന്ന് രക്ഷപ്പെടാനായിരുന്നു രത്നാകരൻ്റെയും സുഹൃത്തിൻ്റെയും പദ്ധതി. കാറിൽ സുമതിയുമായി ഇവിടെ എത്തിയ സംഘം കാട്ടിലൂടെ കുറേ ദൂരം നടന്നു. ഇത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയല്ലെന്ന് മനസ്സിലാക്കിയ സുമതിക്ക് അപകടം മണത്തു. കുതറിയോടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ കീഴ്പ്പെടുത്താൻ രത്നാകരനും സുഹൃത്തും ശ്രമിച്ചു. രക്ഷപ്പെട്ടോടിയ സുമതി ഇന്നത്തെ എസ് വളവിന് സമീപമെത്തി. ഇവിടെ വെച്ചാണ് കാടാണെന്ന് തെറ്റിദ്ധരിച്ച് രത്നാകരൻ സുമതിയെ കൊലപ്പെടുത്തിയത്. സുമതിയെ കഴുത്തറുത്ത് കൊന്ന് ഒരു മരത്തിൽ ചാരിവെച്ച് പ്രതികൾ രക്ഷപ്പെട്ടു. പിന്നീട് ആദിവാസികളാണ് മൃതദേഹം കണ്ടെത്തിയത്. കേസ് തേഞ്ഞുമാഞ്ഞു പോയില്ല. രത്നാകരനും കൂട്ടാളിയും പിടിയിലായി. വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും പിൽക്കാലത്ത് മരണപ്പെടുകയും ചെയ്തു. കൊല്ലപ്പെടുമ്പോൾ 20 വയസ്സ് മാത്രമായിരുന്നത്രേ സുമതിക്ക് പ്രായം. ഗർഭിണിയായ സ്ത്രീ ക്രൂരമായി കൊല്ലപ്പെട്ടാൽ പ്രതികാരദാഹിയായ യക്ഷിയായി മാറും എന്ന ജനപ്രിയ വിശ്വാസം ഈ കഥയ്ക്ക് കൂടുതൽ ഭീകരത നൽകി. അങ്ങനെ സുമതിയെ കൊന്ന വളവ് പിന്നീട് പ്രേതബാധയുള്ള ഒരിടമായി നിറഞ്ഞു നിന്നു. പാലോട് റിസർവ് ഫോറസ്റ്റിനോട് ചേർന്നുള്ള ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് സുമതി വളവ് കടന്നു പോകുന്നത്. രാത്രികാലങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഈ വളവിലെത്തുമ്പോൾ ഒരു സ്ത്രീരൂപത്തെ കണ്ടതായി പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ പലതരം കഥകളാണ് നാട്ടുകാർക്കിടയിൽ പ്രചരിക്കുന്നത്.
ചില വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ എഞ്ചിൻ ഓഫായി നിന്നു പോകാറുണ്ടെന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ പ്രേതകഥകൾക്ക് പിന്നിൽ സാമൂഹിക വിരുദ്ധരായ ഒരു കൂട്ടം ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. വെളുത്ത വസ്ത്രം ധരിച്ച് രാത്രികാലങ്ങളിൽ റോഡിൽ പ്രത്യക്ഷപ്പെട്ട് യാത്രക്കാരെ ഭയപ്പെടുത്തി പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കവർച്ച ചെയ്യുന്നതായിരുന്നു ഇവരുടെ രീതി. ഇത് പ്രേതകഥകൾക്ക് ആക്കം കൂട്ടാൻ സഹായിക്കുകയും ചെയ്തു. എങ്കിലും ഇപ്പോഴും വിജനമായ ഈ വളവും ഇതുവഴിയുള്ള യാത്രയും മനസ്സിൽ പേടി നിറയ്ക്കാൻ സാധ്യതയുണ്ട്. സുമതി വളവ് കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. സുമതി വളവിലെ പ്രേതകഥകൾ വർഷങ്ങൾക്കിപ്പുറവും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന ചെറുകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമയായ ഭാർഗവീ നിലയം മുതൽ അടുത്തിടെ പുറത്തിറങ്ങിയ ഹൊറർ കോമഡി രോമാഞ്ചവും അതുപോലെ സുമതി വളവും വരെ തിരക്കഥാകൃത്തുക്കൾക്ക് പലപ്പോഴും പ്രചോദനം ലഭിച്ചിരുന്നത് യഥാർത്ഥ ജീവിത സംഭവങ്ങളിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. ശാസ്ത്രം പ്രേതങ്ങളുടെ അസ്തിത്വം അംഗീകരിക്കുന്നില്ലെങ്കിലും നമ്മളിൽ മിക്കവരും ഇത്തരം കഥകൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഭാർഗവീ നിലയം എന്ന ചിത്രത്തിൽ ബഷീറിന്റെ സ്വന്തം ജീവിതാനുഭവങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. കടൽ തീരത്ത് ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടുമുട്ടുന്ന നായകന്റെ രംഗം യഥാർത്ഥ ജീവിതത്തിൽ ബഷീറിന് കടൽ തീരത്ത് കുളിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നതിലൂടെയും അവരോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ അപ്രത്യക്ഷയായതായും ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ കേരളത്തിലെ പ്രേതബാധയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നവർ നിരവധി അമാനുഷിക രൂപങ്ങളെ കണ്ടതായി അവകാശപ്പെടുന്നുണ്ട്. വെളുത്ത സാരി ധരിച്ച സ്ത്രീകൾ, പ്രേതരൂപങ്ങൾ, നിഴലുകൾ, സാധാരണ മനുഷ്യന്റെ ഇരട്ടി ഉയരമുള്ള ആളുകൾ, പ്രേത നിലവിളികൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പ്രതിഭാസങ്ങളെ എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക? ആയുർവേദ ഡോക്ടറും പാരാസൈക്കോളജിസ്റ്റും മെറ്റാഫിസിക്സ്, ആത്മീയത എന്നിവയിൽ താല്പര്യമുള്ള ആളുമായ ഡോക്ടർ ശ്രീദേവി NV വിശദീകരിക്കുന്നത്, ഒരു വ്യക്തിയുടെ ശരീരമോ മനസ്സോ ദുർബലമാകുമ്പോൾ അവർക്ക് മിഥ്യാബോധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. പ്രാദേശിക മിത്തുകളിലും ഐതിഹ്യങ്ങളിലുമുള്ള വിശ്വാസം ഭയവുമായി കൂടിച്ചേരുമ്പോൾ ചെറിയ പ്രകോപനങ്ങളെപ്പോലും വലുതാക്കി കാണിക്കാനും ഇലകൾ വീഴുന്നതോ പൂച്ചകൾ നീങ്ങുന്നതോ പോലെയുള്ള ദൈനംദിന സംഭവങ്ങളെ അമാനുഷികമായി വ്യാഖ്യാനിക്കാനും വ്യക്തികളെ പ്രേരിപ്പിക്കും. ഇതൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഒരു വിദേശി സർപ്പക്കാവിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഭയമോ അസ്വാഭാവികതയോ ഒന്നും അനുഭവപ്പെടാൻ സാധ്യതയില്ല. എന്നാൽ നാഗരാജാവിനെയും നാഗദേവതകളെയും വിശ്വസിക്കുകയും വഴിപാടുകളും ആചാരങ്ങളും പിന്തുടരുകയും ചെയ്യുന്ന ഒരു പ്രാദേശിക വ്യക്തി സർപ്പക്കാവിൽ അബദ്ധവശാൽ ഒരു കയറിൽ ചവിട്ടിയാൽ അത് അതിയായ ഭയത്തിന് കാരണമാവുകയും അതിനെ ഒരു പാമ്പായി തെറ്റിദ്ധരിക്കുകയും ചെയ്യാം. ഈ പ്രതിഭാസത്തെ സർപ്പ രജ്ജുഭ്രാന്തി എന്ന് സംസ്കൃതത്തിൽ പറയുന്നുണ്ട്. ഒരു കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്ന പ്രവണതയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ഇത്തരം നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. വലിയ മരനിരകൾ, ഇടതൂർന്ന കാടുകൾ, പഴയ ബംഗ്ലാവുകൾ, വളഞ്ഞ റോഡുകൾ, കനാലുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന വിവിധ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള ഈ കഥകൾ അങ്ങനെ സഞ്ചരിക്കുന്നു. എന്നിരുന്നാലും കേരളത്തിലെ ഈ പ്രേതബാധയുള്ള സ്ഥലങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള മിഥ്യാധാരണകൾ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ശ്രീദേവി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത്തരം മിഥ്യാധാരണകളും പ്രേതകഥകളും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അവയ്ക്ക് വ്യാപകമായ വിശ്വാസ്യത ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും വ്യക്തികൾ പതിവ് വഴികളിൽ നിന്ന് വ്യതിചലിക്കാനും സാഹചര്യങ്ങളെ വിമർശനാത്മകമായി വിശകലനം ചെയ്യാനും അവരുടെ ഉൾച്ചേർന്ന വിശ്വാസങ്ങളിൽ നിന്ന് മോചനം നേടാനും ഭയങ്ങളെ അതിജീവിക്കാനും തയ്യാറാകുമ്പോൾ അവർ സത്യവും യാഥാർത്ഥ്യവും തിരിച്ചറിയാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ അവർ അന്ധവിശ്വാസങ്ങളെ ക്രമേണ ഉപേക്ഷിക്കുകയും കൂടുതൽ യുക്തിസഹമായ കാഴ്ചപ്പാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത്തരം കഥകൾ കേൾക്കാൻ രസകരമാണെങ്കിലും അവയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും മാനസികവും സാമൂഹികവുമായ ഘടകങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് പുതിയൊരു കാഴ്ചപ്പാട് നൽകുകയും ചെയ്യും.